വേണ സാർ, ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആക്രമണമാണ് റഷ്യ യുക്രൈന് നേരെ അഴിച്ചുവിട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് 400 ഡ്രോണുകളും 40ഓളം മിസൈലുകളുമാണ് തൊടുത്തുവിട്ടത്. അത് മാത്രമല്ല, ഏതാണ്ട് 6ഓളം പേരുടെ ജീവൻ നഷ്ടമായെന്ന് പറയുന്നു, കുറെ പേർ കുടുങ്ങിക്കിടക്കുന്നു എന്ന് പറയുന്നു. സെലൻസ്കി തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചതാണ് ഒരു ആക്രമണം ഉണ്ടാകുന്നത്. അതായത് പുടിന്റെ മൗനം എല്ലാവരെയും പേടിപ്പിച്ചത് കൂടിയ കാര്യമാണ്. അപ്പം എന്നാൽ പോലും തിരിച്ചടി ഇതിനേക്കാൾ ഭീകരമാകുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതിൽ നിന്ന് മാത്രമായിട്ട് ഒതുങ്ങുമോ, അതോ ഇനിയും പേടിക്കേണ്ടതില്ലേ യുക്രൈൻ യഥാർത്ഥത്തിൽ? ഇതൊരു വളരെ പേടിക്കേണ്ട അവസ്ഥയാണ്. കാരണം ഇതൊരു ചെറിയ തോതിലുള്ളൊരു മൂന്നാം ലോക മഹായുദ്ധമായിട്ട് പോലും മാറുമോ എന്ന് പേടിക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു. കാരണം യുക്രൈനെ മറയാക്കിക്കൊണ്ട് നാറ്റോ രാജ്യങ്ങൾ മൊത്തത്തിൽ റഷ്യ ആക്രമിക്കുന്നു. റഷ്യ ഇത് കണ്ടുകൊണ്ട് പ്രത്യാക്രമണത്തിനുള്ള ഒരു തയ്യാറെടുപ്പ് കൂടെ നടത്തിക്കഴിഞ്ഞാൽ, ഏതാണ്ട് അവർ അങ്ങനെയുള്ള ചിന്തകളുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നടത്തിക്കഴിഞ്ഞാൽ ഇത് പിടിച്ചാൽ കിട്ടാത്ത ഒരു യുദ്ധമായി മാറുമോ എന്ന് ഭയമുണ്ട് ലോകത്തിനാകെ തന്നെ. അതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പോഴത്തെ സംഭവം തന്നെ വളരെ വ്യക്തമാക്കുന്നത് ഏതാണ്ട് സംഘടിതമായ ഒരു ആക്രമണം റഷ്യക്കെതിരെ വരുന്നു എന്നുള്ളതാണ്. നാറ്റോ രാജ്യങ്ങൾ ഉക്രൈനിൽ ചെന്നിട്ട് അവരുടെ ആയുധങ്ങൾ മാത്രമല്ല ആളും നൽകുന്നുണ്ട് എന്ന് വരെ റഷ്യക്ക് വ്യക്തമായ ധാരണകളുണ്ട്. അതുകൊണ്ട് റഷ്യ പറഞ്ഞു കഴിഞ്ഞു, ഇതിനു മുമ്പ് നടന്ന അറ്റാക്കുകൾ മുഴുവൻ ഒരു തീവ്രവാദ ആക്രമണമാണെന്നാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പുടിൻ പറഞ്ഞിരിക്കുന്നത് ഇതൊരു ടെററിസ്റ്റ് അറ്റാക്കാണെന്നാണ്. അപ്പോൾ ഏതാണ്ട് ഇന്ത്യയുടെ ഒരു പ്രതിരോധ ലൈനിലേക്ക് റഷ്യ മാറുന്നു, റഷ്യയുടെ തന്ത്രങ്ങൾ മാറുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റഷ്യ അതിഭീകരമായ ഒരു അറ്റാക്ക് ഇപ്പോൾ ഉക്രൈനിൽ നിന്ന് നേരിട്ടു. അവരുടെ ഓപ്പറേഷൻ സ്പൈഡറും അത് അവരുടെ വിമാനത്താവളങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ ഒരു ഉഗ്രൻ ആക്രമണമായിരുന്നു. അത് ഏതാണ്ട് ഇന്ത്യയുടെ മോഡൽ തന്നെയാണ്. ഇന്ത്യ പാകിസ്ഥാനിലെ തീവ്രവാദി കേന്ദ്രങ്ങളും മിലിറ്ററി കേന്ദ്രങ്ങളും വളരെ പ്രിസൈസായിട്ട് അറ്റാക്ക് ചെയ്ത പോലെ ആ മാതൃക കടമെടുത്തുകൊണ്ടാണ് ഉക്രൈൻ ഇങ്ങോട്ട് റഷ്യയിലേക്ക് തിരിച്ചടിച്ചത്. റഷ്യയിലേക്ക് ആദ്യം അറ്റാക്ക് നടത്തിയത്. ഈ അറ്റാക്ക് അവരെ സ്തംഭിപ്പിച്ചു, സ്തബ്ധരാക്കി. അത് കാരണം അവരുടെ വിമാനത്താവളങ്ങൾ പലതും വളരെ ഭീകരമായ തകർച്ചയിൽ എത്തിച്ചേർന്നു. അപ്പോൾ ഇതിന് ശക്തമായ തിരിച്ചടി കൊടുക്കണം എന്നുള്ളതുകൊണ്ട് ഏതാനും ദിവസങ്ങളിലെ മൗനത്തിന് ശേഷം ഇന്നലെ താങ്കൾ പറഞ്ഞ പോലെ 400 ഡ്രോണുകളും ഏതാണ്ട് 40ഓളം ബാലിസ്റ്റിക് മിസൈലുകളും ഒക്കെ പ്രയോഗിച്ചുകൊണ്ടുള്ള അതിഭീകരമായ അറ്റാക്ക്. അത് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി തന്നെ പറഞ്ഞത് ഞങ്ങളുടെ എല്ലാ നഗരങ്ങളെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള അറ്റാക്ക് എന്നാണ്. മുഴുവൻ നഗരങ്ങൾ, 13 കേന്ദ്രങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ മുഴുവൻ നഗരങ്ങളും തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ. അതും ഒരു ഇന്ത്യൻ മോഡൽ ഓപ്പറേഷനാണെന്നാണ് പറയുന്നത്. നമ്മൾ 11ഓളം മിലിറ്ററി താവളങ്ങളും 9ഓളം ഭീകര കേന്ദ്രങ്ങളും ഇവിടെ നിന്ന് ബാലിസ്റ്റിക് മിസൈലുകളും മറ്റ് ഡ്രോണുകളും ഒക്കെ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്തതുപോലെ തന്നെ അവരും ഇപ്പോൾ അതേ തന്ത്രമെടുത്താണ് റഷ്യയും അറ്റാക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ പക്ഷേ സെലൻസ്കി അടക്കം പറയുന്നു പുടിൻ അടങ്ങാത്തത് നമ്മുടെ ലോകരാജ്യങ്ങളൊന്നും മിണ്ടുന്നില്ല, ഈ റഷ്യയുടെ ഒരു പ്രവൃത്തിയിൽ ആരും ചോദ്യം ചെയ്യുന്നില്ല, പുടിൻ ഇവിടെ സർവാധികാരി പോലെ പെരുമാറുന്നു, ഭ്രാന്തനെ പോലെ പെരുമാറുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവിടെ തന്നെ ഈ രംഗത്തെ നിരീക്ഷകർ, അതായത് ഈ രംഗത്തെ വിദഗ്ധർ പറഞ്ഞത് സെലൻസ്കി ആയിട്ട് ചോദിച്ച് മേടിച്ച ഒരു ട്രംപ് അടക്കം പറയുന്നു, വിളിച്ചു വരുത്തിയ യുദ്ധം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു അർത്ഥം കൂടിയില്ല ഇതിനകത്ത് ട്രംപിൻ്റെ ഒരു ഇരട്ടക്കളിയും കൂടെ ഉണ്ടെന്നാണ് വിശ്വാസം. അതാണ് സെലൻസ്കി ലോകം വിലപിക്കണം എന്നൊക്കെ പറയാൻ കാര്യം. ട്രംപ് താൻ സെലൻസ്കിയെ വിളിച്ച് മര്യാദയ്ക്ക് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ പറഞ്ഞപ്പോൾ സെലൻസ്കി അവിടുന്ന് എസ്കേപ്പ് ചെയ്തു. അപ്പോൾ അതിന് കിട്ടുന്ന തിരിച്ചടിയാണ് എന്നുള്ളൊരു ഭാവവും കൂടെ ട്രംപിനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ട്രംപിനെ കൂടെ സൂചിപ്പിച്ചുകൊണ്ടാണ് സെലൻസ്കി ഒരു ഉന്നമിട്ടിരിക്കുന്നത്. ലോകരാഷ്ട്രങ്ങൾ ഇതിനെതിരെ അപലപിക്കണം, റഷ്യക്കെതിരെ സാങ്ഷൻസ് ഏർപ്പെടുത്തണം, അന്താരാഷ്ട്ര നയതന്ത്ര തലത്തിൽ ഇതിന് ഒരു പരിഹാരത്തിനുള്ള ശ്രമം നടത്തണമെന്നിപ്പോൾ സെലൻസ്കി പറയാൻ കഴിയും. പക്ഷേ റഷ്യ ആണെങ്കിൽ അതിന് തിരിച്ചടിച്ചിരിക്കുന്നത് ഇത് ഒന്നാം തരം ഒരു ടെററിസ്റ്റ് അറ്റാക്കാണ്, ഇതൊരു വാറല്ല, ഇതൊരു ടെററിസ്റ്റ് അറ്റാക്കാണ്. അതിൽ നിന്ന് സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ മറ്റൊരു ഓപ്പറേഷനാണ്. അതായത് ടെററിസ്റ്റുകളെ നമ്മൾ നേരിട്ടത് എങ്ങനെയാണ്? ടെററിസ്റ്റുകളായിട്ടല്ല ഇപ്പോൾ നേരിടുന്നത്. ടെററിസ്റ്റുകളുടെ സോഴ്സ് ഏതാണോ അവിടെ അറ്റാക്ക് ചെയ്യുക.
അതായത് ടെററിസ്റ്റുകളുടെ സോഴ്സ് ISI ആണെങ്കിൽ ISI, പാകിസ്ഥാൻ ആർമി ആണെങ്കിൽ പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യുന്ന രീതി റഷ്യ ഇനി അവലംബിച്ചുകൂടായില്ല. അതായത് ഉക്രൈൻ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രങ്ങൾ, നാറ്റോ രാഷ്ട്രങ്ങളിൽ പ്രത്യേകിച്ച് UK, ജർമ്മനി പോലുള്ള രാഷ്ട്രങ്ങൾ, കുറച്ചൊക്കെ ഫ്രാൻസും ഉണ്ട്. അപ്പം അവരൊക്കെ ഒന്ന് പേടിക്കണമെന്ന് കൂടി പുടിൻ സൂചിപ്പിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതാണ് നമ്മളെ പേടിപ്പിക്കുന്നത്. കാരണം ഇതൊരു വെസ്റ്റ് വേഴ്സസ് റഷ്യൻ ചേരി വാറായി കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാവും. റഷ്യക്ക് അന്നേരം വേറെ സപ്പോർട്ടുകൾ പലത് കിട്ടും. നോർത്ത് കൊറിയയുടെ സപ്പോർട്ട് കിട്ടും, ചൈന ഇൻഡയറക്റ്റായിട്ടും സപ്പോർട്ട് ചെയ്തെന്ന് വരാം. ഇന്ത്യക്കും ചില നിലപാടുകൾ എടുക്കേണ്ടി വരും. ഇന്ത്യ വാറിൽ പോയില്ലെങ്കിലും ഇന്ത്യക്കും ചില സോഫ്റ്റ് റിലേഷൻഷിപ്പ് റഷ്യയുമായിട്ടുണ്ട്. അപ്പോൾ ചില നിലപാടുകൾ നമുക്കും എടുക്കേണ്ടി വരും. അപ്പം ഇങ്ങനെ ഇത് പോയി കഴിഞ്ഞാൽ അത് വലിയ ഒരു പ്രശ്നമായി വരും. പക്ഷെ നമ്മൾ അടുത്ത് നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇന്ത്യയുടെ ഒരു കൈ ഇതിനകത്ത് ഇല്ലേന്ന് തോന്നിപ്പോ. അതായത് നേരത്തെ താങ്കൾ പറഞ്ഞുകൊടുത്ത ഓപ്പറേഷൻ സിന്ധുവിന്റെ ഒരു മോഡൽ അതേപോലെ തിരിച്ചടി കൊടുക്കുന്നു. മാത്രമല്ല റഷ്യ ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ വാങ്ങിയിട്ടുണ്ടെന്ന് ഇപ്പൊ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. അവർ ഇന്ത്യ പരസ്യമാക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. അതായത് ആയുധങ്ങൾ വൻതോതിൽ ആഗ്രഹം ഈ ഒരു ആയുധങ്ങൾ വാങ്ങിയിട്ടുണ്ട്, മിസൈലുകൾ വാങ്ങിയിട്ടുണ്ട്. അതായത് ഇവർക്ക് ഈ ബോർഡറിൽ നിന്ന് അടുത്തുള്ള അതായത് കുറച്ച് സ്ഥലങ്ങളിൽ നിന്ന് ഇടാനുള്ള മിസൈലുകളടക്കം വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഇന്ത്യയുടെ ഒരു കൈ ഇവിടെ ഉണ്ടോ, ഒരു കയ്യൊപ്പ് ഉണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്നില്ല ഇവിടെ? തീർച്ചയായിട്ടും ഇന്ത്യയുടെ കയ്യൊപ്പം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ടില്ല, ഇൻഡയറക്റ്റ് ആയിട്ട്, പരസ്യമായിട്ടില്ല. പക്ഷേ രഹസ്യമായിട്ട് റഷ്യയെ വൻതോതിൽ ഇന്ത്യ സഹായിക്കുന്നുണ്ട്. ആ സഹായത്തിന് പ്രതിഫലമായിട്ട് അവർ മോഡേൺ വാർ ഫൈറ്റേഴ്സിൻ്റെ പിന്നെ കമ്പ്യൂട്ടർ ടെക്നോളജി സഹിതം ഇന്ത്യക്ക് കൈമാറുകയാണ്. അപ്പോൾ അത് ഇന്ത്യക്ക് വലിയൊരു നേട്ടമാണ്. ഇപ്പോൾ റഷ്യയുടെ പിന്നെ ലേറ്റസ്റ്റ് വാർ ഫൈറ്റേഴ്സിൻ്റെ ടെക്നോളജികൾ കിട്ടുമ്പോൾ നമുക്ക് ചൈനയുടെ ചില ഇപ്പോൾ മുൻകൈയുള്ള ചില പ്രതിരോധങ്ങളെ തകർക്കാൻ കഴിയുന്നവയാണവ. അവ നമ്മൾ തദ്ദേശീയമായി ചില ഡെവലപ്മെൻറ്റും കൂടെ നടത്തി പക്വമാക്കി എടുത്തു കഴിഞ്ഞാൽ അതൊരു വലിയ വാർ വെപ്പണായിട്ട്, ഒരു പുതിയ ആയുധമായിട്ട് നമുക്ക് രൂപപ്പെടും എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ ആയുധങ്ങൾ ധാരാളമായി റഷ്യക്ക് കൊടുക്കുന്നുണ്ട്. അത് നാറ്റോ രാജ്യങ്ങൾക്കറിയാം, അമേരിക്കയ്ക്കറിയാം, അതുപോലെ തന്നെ പാകിസ്ഥാനും അറിയാം, ചൈനയ്ക്കും അറിയാം. അപ്പോൾ ഇത് നമ്മൾ സൂചിപ്പിക്കുന്നത് വളരെ വ്യാപകമായ ചില ബന്ധങ്ങൾ റഷ്യ പലരുമായിട്ടും സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഡിവൈഡ് ചെയ്തു പോകുന്ന, ലോകത്തെ 2-3 ആക്കി തിരിച്ച് ഡിവൈഡ് ചെയ്തുകൊണ്ടുള്ള യുദ്ധമായി മാറിയാൽ അത് ഭീകരമായ ഒരു യുദ്ധമായി മാറും. അത് വരാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഇന്ത്യ ഉൾപ്പെടെ അതിന് ശ്രമിക്കുമെന്നുള്ളതാണ് നമുക്ക് ഉള്ള അറിവ്. നമ്മുടെ രാജ്യത്തിൽ നിന്ന് കാര്യം ആലോചിക്കുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു രാജ്യമാണ് റഷ്യ. പ്രത്യേകിച്ച് ആയുധങ്ങളുടെ 60% റഷ്യയിൽ നിന്നാണ് നമ്മുടെ കൈകളിലുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പരസ്യ യുദ്ധത്തിന് വരുമ്പോൾ ഇന്ത്യ എന്തുകൊണ്ടൊരു പൂർണ്ണ പിന്തുണ ഇപ്പം പരസ്യമായിട്ട് നൽകുന്നില്ല എന്നൊരു ചോദ്യം കൂടി വരുന്നുണ്ട്. ഇന്ത്യ സത്യം പറയാൻ റഷ്യയോടൊപ്പം നിൽക്കേണ്ടതല്ലേ ഈ ഒരു കാര്യത്തിൽ? അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അത് ഒരു ചേരി അവിടെ രൂപപ്പെടും. നമുക്ക് നമ്മൾ മുമ്പ് ഇസ്രായേലിന് ഇതുപോലത്തെ സഹായങ്ങൾ കൊടുത്തിരുന്നു. നമ്മുടെ ചരക്ക് കപ്പൽ എന്ന രീതിയിൽ പോയി ഇസ്രായേലിന് ആയുധങ്ങൾ ഇടയ്ക്ക് കൊടുത്തിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്. അതൊന്നും ഇന്ത്യ ഗവൺമെൻറ്റും സ്ഥിരീകരിച്ചിട്ടില്ല, ഇസ്രായേൽ ഗവൺമെൻറ്റും സ്ഥിരീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ആയുധങ്ങൾ കൊടുത്തിട്ടുള്ളതും. ഇന്ത്യ ഗവൺമെൻറ് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആയുധം കൊടുത്തതായിട്ട്. അതുപോലെ റഷ്യ ഞങ്ങളിത് സ്വീകരിച്ചതായിട്ടും അറിയിച്ചിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ ഇന്ത്യക്ക് ഡയറക്റ്റായിട്ട് പലതിലും ഇടപെടാൻ ചില പരിമിതികളുണ്ട്. കാരണം നമ്മുടെ വിദേശ നയം എന്ന് പറയുന്നത് ഏതാണ്ട് എല്ലാ രാഷ്ട്രങ്ങളെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു നയമാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ആ നയത്തിൽ തീർച്ചയായിട്ടും ചിലർക്ക് അമർഷമുണ്ട്. കാരണം നമ്മൾ പൂർണ്ണമായും അങ്ങനെയല്ല എന്ന് ധരിക്കുകയും തെറ്റിദ്ധരിക്കുകയും ഒക്കെ ചെയ്യുന്ന രാഷ്ട്രങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്ത് നമ്മൾ എടുക്കേണ്ടതുണ്ട്. പക്ഷേ എന്തായാലും നമ്മൾ ഡയറക്റ്റായിട്ട് റഷ്യയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം മറ്റ് രാഷ്ട്രങ്ങളെല്ലാം ഒരു ചേരി രൂപീകരിച്ചാൽ അന്നേരം ഉണ്ടായെങ്കിലേ ഉള്ളൂ. ചിലപ്പോൾ 2 ചേരികൾ രൂപപ്പെട്ടാൽ. പക്ഷേ അതിനു മുമ്പേയും ഇന്ത്യ ഒരു മധ്യസ്ഥതയ്ക്കായിരിക്കും ശ്രമിക്കുക എന്നാണ് എൻ്റെ നിഗമനം. അവസാനമായിട്ടൊരു ചോദ്യം കൂടി, അതായത് പുടിൻ ഇതിൽ അടങ്ങിയിരിക്കും അതോ ഇതിനെക്കാട്ടി ഒരു വലിയ പ്ലാനുകൾ അല്ലെങ്കിൽ എന്താ ഉണ്ടാവും, തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? താങ്കളുടെ നിരീക്ഷണത്തിൽ എന്താണ് തോന്നുന്നത്? പുടിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ജീവൻ മരണ പോരാട്ടമാണ്, അല്ലെങ്കിൽ റഷ്യയുടെ തന്നെ ഒരു നിലനിൽപ്പിൻ്റെ പോരാട്ടമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഉക്രൈനിൽ ബേസ് ചെയ്തുകൊണ്ട് നാറ്റോയുടെ
പിന്തുണയോടുകൂടി ലോകരാഷ്ട്രങ്ങൾ റഷ്യയെ ആക്രമിക്കുന്നു എന്നുള്ളതാണ് പുടിൻ്റെ വാദം. അത് ഏതാണ്ട് ശരിയുമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അതിനെ ചെറുക്കാൻ പുടിൻ സർവ്വശക്തിയും ഉപയോഗിച്ച് ശ്രമിക്കും. പുതിയൊരു തന്ത്രം വ്ളാഡിമിർ പുടിൻ പ്രയോഗിച്ചിരിക്കുന്നത് ഇത് ടെററിസ്റ്റ് അറ്റാക്ക് എന്നാണ്. അതായത് നേരിട്ട് നാറ്റോ രാഷ്ട്രങ്ങൾ റഷ്യ അറ്റാക്ക് ചെയ്യാതെ വേറെ ചിലർക്ക് ആയുധം കൊടുത്തുകൊണ്ട് നടത്തുന്ന അറ്റാക്ക് ടെററിസ്റ്റ് അറ്റാക്കായിട്ട് റഷ്യ കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതും ഇന്ത്യയുടെ ഒരു സ്ലോഗനാണ്. ആ സ്ലോഗൻ റഷ്യ കടമെടുത്തിട്ടുണ്ടോ എന്ന് നമുക്ക് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ടെററിസത്തിനെതിരെയുള്ള ഒരു വാർ കൂടിയായിട്ട് റഷ്യ ഇതിനെ പ്രഖ്യാപിച്ചുകൂടായില്ല. കാരണം പിൻവാതിലിൽ കൂടെ മറ്റ് രാഷ്ട്രങ്ങൾ ചിലർക്ക് ആയുധം കൊടുത്തുകൊണ്ട് നടത്തുന്ന അറ്റാക്കുകളെ ടെററിസ്റ്റ് അറ്റാക്കായിട്ട് കാണണമെന്നുള്ളൊരു പുതിയ ഡെഫിനിഷൻ ചിലപ്പോൾ റഷ്യ ഉണ്ടാക്കിക്കൂടായികയില്ല. ഇപ്പോൾ ഇന്ത്യയിൽ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. ഇന്ത്യയിൽ പാകിസ്ഥാൻ നടത്തുന്ന അറ്റാക്ക് എന്ന് പറയുന്നത് തീവ്രവാദികൾക്ക് ആയുധം കൊടുത്തുകൊണ്ട് ഇന്ത്യ അറ്റാക്ക് ചെയ്യുന്നു, 1000 കട്ട്സ് പോലെ. അപ്പോൾ അതുപോലെ റഷ്യക്ക് മെനി കട്ട്സ് കൊടുക്കുന്ന ഒരു വാറായിട്ട് നാറ്റോ ഇതിനെ മാറ്റുന്നുണ്ടോ എന്നുള്ളത് ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഒരു ചോദ്യമായിട്ട് എറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പുടിൻ പറഞ്ഞിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന അറ്റാക്ക് എന്ന് പറയുന്നത്, അതായത് ഓപ്പറേഷൻ സ്പൈഡർ വെബ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ടെററിസ്റ്റ് അറ്റാക്കാണെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്ര ശക്തമായിട്ട് തിരിച്ചടിച്ചിരിക്കുന്നത്. ഇത് ഉക്രൈനുള്ളൊരു തിരിച്ചടിയല്ല, ശരിക്ക് ഉക്രൈനെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രങ്ങൾക്കുള്ള ഒരു തിരിച്ചടിയാണ്. ഇത് കണ്ട് പഠിച്ചില്ലെങ്കിൽ നാളെ വരാൻ പോകുന്നത് ഇതിനേക്കാൾ വലിയ ഭവിഷ്യത്തായിരിക്കുമെന്ന് നിങ്ങൾ ഓർത്തോളൂ.